ഓർമ്മിക്കാൻ സാധിക്കുമെങ്കിൽ ഈ സദസ്സിലുള്ള യുക്തിവാദികൾ അവർ ഈ 4 വാക്കുകളൊന്ന് പഠിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. ഒന്നാമത്തേത് ശാസ്ത്രം പ്രമാണം. ഭാരതത്തില് ഏത് ആചാരങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും വിചാരങ്ങളും വിശ്വാസങ്ങളും സങ്കല്പങ്ങളും ഗ്രന്ഥങ്ങളും എന്തുണ്ടായിട്ടുണ്ടെങ്കിലും അതിൽ ഒന്നാമത്തെ പ്രമാണം, the basis of coming to a conclusion should be ശാസ്ത്രം പ്രമാണം. അത് ഭഗവത്ഗീതയിൽ നിന്ന് ഭാരത ജനത സ്വീകരിച്ചു. 2, ആപ്തവാക്യം പ്രമാണം. The opinion of the scholars is the second important reference to come to a conclusion. Don't conclude by yourself. First, go through the scientific observation already available. If they are available, take it, analyze it, justify it, rationalize it, evaluate it, estimate it, then give to others. Shastram Pramanam. രണ്ടാമത്തേത് ആപ്തവാക്യം പ്രമാണം, opinion of the scholars. That is the second importance. മൂന്നാമത്തേത് പ്രത്യക്ഷം പ്രമാണം. Seeing is believing. കാണുന്നത് മാത്രം വിശ്വസിക്കാം, അല്ലാത്തത് വിശ്വസിക്കാൻ പോകണ്ട. പ്രത്യക്ഷം പ്രമാണം. നാലാമത്തേത് അനുമാനം പ്രമാണം. അനുമാനം പ്രമാണം. അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഡാറ്റയും വെച്ച് മനസ്സിനകത്ത് ചിന്തിച്ച് ശരിയായിരിക്കാൻ സാധ്യതയുള്ളത് ഏതെന്ന് എക്സ്ട്രാപോളേറ്റ് ചെയ്യുകയോ ഇൻട്രാപോളേറ്റ് ചെയ്യുകയോ ചെയ്ത് പോയിന്റിലേക്ക് എത്താൻ പറഞ്ഞിരിക്കുന്ന ഒരു രാഷ്ട്രം. ഭാരതീയ ചിന്താധാരയിലെ 4 തൂണുകളാണിത്. ആദ്യത്തേത് ശാസ്ത്രം പ്രമാണം, ഭഗവത്ഗീത. ആപ്തവാക്യം പ്രമാണം, ധർമ്മശാസ്ത്രം. പ്രത്യക്ഷം പ്രമാണം, ദർശനം. അനുമാനം പ്രമാണം, ഉപവേദം. ഇങ്ങനെ ഉജ്ജ്വലമായ 4 ചിന്താധാരകൾ. ഈ നാട്ടിൽ എവിടെയാ അന്ധവിശ്വാസം ഉണ്ടായിരുന്നത്? എവിടെയാ യുക്തിക്ക് യോജിക്കാത്തത് ഉണ്ടായിരുന്നത്? ഇവിടെ ഏറ്റവും കൊടികുത്തിവാണ നിരീശ്വരവാദിയെയും മഹർഷിയാക്കി നമ്മൾ പൂജിച്ചിട്ടുണ്ട്. ചില ചാർവാകനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. ഒരു പക്ഷേ എനിക്ക് തോന്നുന്ന ഇവിടുത്തെ യുക്തിവാദികൾ ഒഴിച്ചു ബാക്കി എല്ലാവരും കേട്ടിട്ടുണ്ടാവും ചാർവാകനെ കുറിച്ച്. ആ ചാർവാകൻ മഹാഭാരതത്തിലുണ്ട്, ചാർവാകൻ രാമായണത്തിലുണ്ട്, ചാർവാകൻ വേദത്തിലുണ്ട്, ചാർവാകൻ ഉപനിഷത്തിലുണ്ട്, ചാർവാകന്റെ ധർമ്മശാസ്ത്രമുണ്ട്. അദ്ദേഹം വെറുതെ ജീവിച്ചതല്ല. യഥാർത്ഥത്തിൽ മഹാഭാരതത്തില് ചാർവാക ബ്രാഹ്മണൻ എന്ന ഒരാള്, ഒരു ചെറുപ്പക്കാരൻ ധർമ്മപുത്രരുടെ മുമ്പിൽ വന്ന് വിരല് ചൂണ്ടിക്കൊണ്ട് ചോദിക്കുന്ന ചോദ്യമുണ്ട്. അത്യുജ്വലമായ ചോദ്യം. ആദ്യത്തെ ചോദ്യം, അങ്ങയ്ക്കാരാ ധർമ്മപുത്രൻ എന്ന് പേരിട്ടത്? മകൻ മരിച്ചു എന്ന് കള്ളപ്രചരണം നടത്തി ദ്രോണാചാര്യരെ കൊന്ന അങ്ങയ്ക്കാര് ധർമ്മപുത്രൻ എന്ന് പേരിട്ടു? ശിഖണ്ഡിയെ മുമ്പിൽ നിർത്തി ഭീഷ്മ പിതാമഹനെ വധിച്ച അങ്ങയ്ക്കാര് ധർമ്മപുത്രൻ എന്ന് പേരിട്ടു? ഇതെങ്ങനെ ധർമ്മയുദ്ധമാകും? ഒത്തിരി ചോദ്യം ചോദിക്കുന്നുണ്ട്. ഒന്ന് വായിച്ചു നോക്കണം. ഇന്നത്തെ കണക്കനുസരിച്ചിട്ടാണെങ്കിൽ നിയമസഭയിലോ ലോകസഭയിലോ ആണിത് ചോദിച്ചതെങ്കിൽ അത് റെക്കോർഡിൽ നിന്ന് മാറ്റിയേക്കാൻ ഈ സ്പീക്കർ പറയുമായിരുന്നു. വേദവ്യാസൻ അത് ചെയ്യാമായിരുന്നു, റെക്കോർഡിൽ നിന്ന് അത് മാറ്റാമായിരുന്നു. വേദവ്യാസൻ അത് ചെയ്തില്ല. മറിച്ച് ചാർവാകന്റെ ചോദ്യങ്ങൾക്ക് മാത്രമായിട്ട് ഒരു അധ്യായം മഹാഭാരതത്തില് കമ്പൈൽ ചെയ്ത് തീർത്തു. ചാർവാകൻ ചോദിച്ച ഒരു ചോദ്യത്തിനെ പോലും എഡിറ്റ് ചെയ്തില്ല, മാത്രമല്ല ബ്ലോക്ക് ചെയ്തില്ല, സെൻസറും ചെയ്തില്ല വേദവ്യാസൻ. 1,25,000 ശ്ലോകങ്ങളുള്ള മഹാഭാരതത്തില് ഈ 145 ശ്ലോകം വേണമെങ്കിൽ അത് സെൻസർ ചെയ്യാമായിരുന്നു. ആരും ഒന്നും പറയില്ല. മാത്രമല്ല രാമായണത്തിലും ചാർവാകനുണ്ട്. കാട്ടിലേക്ക് പുറപ്പെടുന്ന ഏതാണ്ട് ഗുഹനോട് യാത്ര പറയുന്ന വേളയില് ഈ ചാർവാകൻ വന്ന് രാമനോട് പറയുന്നുണ്ട്, അങ്ങയുടെ ധർമ്മശാസ്ത്ര പ്രകാരം രാജാവിന്റെ മൂത്ത മകനാണ് രാജ്യം ഭരിക്കേണ്ടത്. അത് പാടില്ലെന്ന് പറയാൻ രാജാവിന് പോലും അധികാരമില്ല. അങ്ങയുടെ അച്ഛൻ 10-90 വയസ്സായി. പിടിച്ച് ജയിലിലിട്ട് അങ്ങ് രാജ്യഭാരം നടത്തണം. ദശരഥൻ കുറച്ചു കഴിഞ്ഞാൽ ചത്തുപോകും. ഉപയോഗിച്ച വാക്ക് ചത്തുപോകുന്ന ദശരഥൻ കുറച്ചു കഴിഞ്ഞാൽ ചത്തുപോകും. അങ്ങനെതിന് കാട്ടിപ്പോയിട്ട് 10-14 വർഷം ചെലവഴിക്കണം. അതുകൊണ്ട് അങ്ങയോട് ഞാൻ പറയുന്നു, ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്ന ആ സിംഹാസനത്തിൽ ഇരുന്നുകൊണ്ട് സാധിക്കുന്നത്രയും അങ്ങ് സന്തോഷത്തോടുകൂടി ജീവിതത്തെ ആസ്വദിക്കണം
അവര് പറഞ്ഞു ഇവര് പറഞ്ഞു അച്ഛന് വേണ്ടി പോകുന്നു എന്ന് പറയുമ്പോഴൊക്കെ യുക്തിരഹിതമാണ്. അങ്ങും അമ്മയുടെ ഭാര്യയും സുഖമായിട്ട് കോസല രാജ്യത്തിന്റെ തലസ്ഥാനമായ അയോധ്യയിൽ ഭരണം നടത്തിയിട്ട് ജീവിക്കണമെന്ന് പറഞ്ഞപ്പോ ശ്രീരാമൻ ദേഷ്യപ്പെട്ടു. ആളൊന്നും എടുത്തില്ല, ആവശ്യമില്ലാത്തതൊന്നും പറയേണ്ട കാര്യമില്ല, ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കാം. അങ്ങനെ പച്ചയ്ക്ക് കാര്യങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം ഈ നാട്ടിലുണ്ടായിരുന്നു. എതിർത്തിരുന്നില്ല, അവഹേളിച്ചിരുന്നില്ല, ആരെയും ഡെനിഗ്രേറ്റ് ചെയ്തിരുന്നില്ല, ബിലിറ്റിൽ ചെയ്തിരുന്നില്ല, മേക്കിംഗ് ഫൺ ഓഫ് ചെയ്തിരുന്നില്ല. അവനവന്റെ സ്വാതന്ത്ര്യം നിറഞ്ഞ മനസ്സോടുകൂടി ആർക്കും തരാനുണ്ടായിരുന്നു. ഒരു പക്ഷേ ചിന്തിച്ചു നോക്കാം. ഋഗ്വേദം ഒരു പുസ്തകമല്ല, 25 പുസ്തകമാണ്. യജുർവേദം 108 പുസ്തകങ്ങളാണ്, ചിലര് 100 എന്ന് പറയും. സാമവേദം 1000 പുസ്തകങ്ങൾ, അഥർവവേദം 50 പുസ്തകങ്ങൾ. ഋഗ്വേദം ഒരു പുസ്തകം പോരായിരുന്നോ? എന്തിന് 25 ഉണ്ടായി? എന്തിന് യജുർവേദം 108 ഉണ്ടായി? എന്തിന് സാമവേദം 1000 ഉണ്ടായി? എന്തിന് അഥർവവേദം 50 അല്ലെങ്കിൽ 52 ഉണ്ടായി? ഒറ്റ കാര്യം, വേദത്തിൽ മാറ്റം വരുത്തണമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നണമെങ്കിൽ പുതിയതായിട്ടൊരു വേദശാഖ നിങ്ങൾ തുടങ്ങിക്കോളൂ. ഒരു പ്രശ്നമില്ല. വൈശമ്പായന് തുടങ്ങാം, യജ്ഞവൽക്കിന് തുടങ്ങാം, ആപസ്തവന് തുടങ്ങാം, ഔദ്ധായന് തുടങ്ങാം, കാത്യായന് തുടങ്ങാം, മാനവന് തുടങ്ങാം. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ യു ക്യാൻ ആഡ് ടു ദാറ്റ് വിത്തൗട്ട് എനി ഹെസിറ്റേഷൻ. ആൻഡ് നോബഡി ഈസ് ഗോയിങ് ടു ബുച്ചർ യു, നോബഡി ഈസ് ഗോയിങ് ടു ത്രട്ടൻ യു, നോബഡി ഈസ് ഗോയിങ് ടു സേ ദാറ്റ് യു ആർ റോങ്, യു ആർ ഓൾസോ കറക്റ്റ്. അതാണ് ഈ നാടിന്റെ സംസ്കാരം. ഇത് സംസ്കൃതി. ഈ സംസ്കാരത്തില് നമ്മൾ പറഞ്ഞിരുന്നു ആത്മീയതയുടെ അടിസ്ഥാനം 4 വാക്കുകളാണ്. ആത്മീയതയുടെ അടിസ്ഥാനം. ഭാരതത്തിന്റെ ആത്മീയത എന്തെന്ന് ആരോട് ചോദിച്ചാൽ എനിക്ക് തോന്നണില്ല പറയുമെന്ന്. 4 വരികളാണ് ഭാരതത്തിന്റെ ആത്മീയതയുടെ 4 കല്ലുകൾ. ഋഗ്വേദത്തിന്റെ സന്ദേശം പ്രജ്ഞാനം ബ്രഹ്മ കഴിഞ്ഞു. ഋഗ്വേദത്തിന്റെ സന്ദേശം 3,97,556 അക്ഷരങ്ങളുള്ള ഋഗ്വേദം 2 സന്ദേശം നൽകാൻ ആഗ്രഹിക്കുന്നു. പ്രജ്ഞാനം ബ്രഹ്മ. എന്താ പ്രജ്ഞാനം? ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഓർമ്മിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല തോന്നുന്നു. ഇൻട്രിൻസിക്, ഇൻഹറന്റ്, സെൽഫ് ഗൈഡിംഗ്, സെൽഫ് മോട്ടിവേറ്റിംഗ്, സെൽഫ് എനർജൈസിംഗ്, അവയർനെസ് ആൻഡ് കോൺഷ്യസ്നെസ് present in all living and non-living beings is known as പ്രജ്ഞാനം. വളരെ സിമ്പിളാണ്, വളരെ സിമ്പിൾ. എന്റെ ഹാർട്ട് 68 പ്രാവശ്യം ഇടിക്കുന്നു. ആര് പറഞ്ഞു 68 പ്രാവശ്യം ഇടിക്കാൻ? 657 കോടി ജനങ്ങളാ ലോകത്തിലുള്ളത്. ഇത്രയും ജനങ്ങൾക്കും വായിൽ 32 അല്ല. ഈ 32 എന്നുള്ള നമ്പർ ആരാണ്ടാക്കിയത്? ഒന്നുത്തരം പറയാൻ പറ്റുമോ നോക്കാം. ഇത്രയും പേര് ഇതിനകത്തിരിക്കുന്നുണ്ട്. വെറുതെ ചിന്തിക്കാം. നമ്മുടെ മൂക്ക് നേരെ താഴത്തേക്കാം. ഇതെങ്ങാനൊന്ന് തിരിച്ചായിരുന്നു എന്ന് വിചാരിക്കാം. കയ്യിൽ കുടയില്ല, നല്ല മഴ, അപ്പുറത്തേക്ക് പോകണം. എന്ത് സംഭവിക്കും? ഈ മൂക്ക് എന്തുകൊണ്ട് താഴത്തേക്കായി? ഹൃദയ ചിന്തിക്കാം. ആണുങ്ങളുടെ മൂക്കിന്റെ താഴെ മീശ, പെണ്ണുങ്ങൾക്ക് മീശ വേണ്ടെന്ന് ആരാ തീരുമാനിച്ചത്? ഒരാൾക്കും ഒരു ബയോകെമിസ്ട്രി പ്രൊഫസർക്ക് ഉത്തരം പറയാൻ സാധ്യമല്ല. ഏത് യുക്തിവാദിക്കും കൈമലർത്താനല്ലാതെ സാധിക്കില്ല. കാരണം എന്റെ അമ്മയുടെ ബീജവും അമ്മയുടെ അണ്ടവും അച്ഛന്റെ ബീജവും ചേർന്ന ദിവസം ആ ചെറിയ മൈന്യൂട്ടസ്റ്റ് പാർട്ടിക്കിൾ അത് സ്പ്ലിറ്റായി ഞാനായി മാറിയപ്പോൾ എന്റെ രൂപം എങ്ങനെയായി? ഇങ്ങനെ സ്പ്ലിറ്റ് ആവണമെന്ന് ആര് പറഞ്ഞു അതിനോട്? കോഴിയുടെ എംബ്രിയോ കോഴിക്കുഞ്ഞായി മാറി, ആനയുടെ എംബ്രിയോ ആനയായി മാറി, ഒട്ടകത്തിന്റെ ഒട്ടകമായി മാറി. ഏത് ബയോകെമിസ്ട്രി പ്രൊഫസർക്ക് ഇതിന് ഉത്തരം പറയാൻ സാധിക്കും? കയ്യ് മലർത്തി അവർ പറയും 4 മണിയായ സ്ഥിതിക്ക് ബസ് വരാൻ നേരായി, സാറിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നതിനേക്കാൾ എനിക്ക് വട്ടുപിടിക്കും, സാറിന് എന്തോ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞിട്ട് അവർ പോകും. ഉത്തരം പറയണമെങ്കിൽ ഒന്നേ സാധിക്കുള്ളൂ. ഇൻട്രിൻസിക്, സ്വതസിദ്ധമായ, ഇൻഹറന്റ്, പ്രകൃതിയാലുള്ള, സെൽഫ് ഗൈഡിംഗ്, സ്വയം ദിശാബോധം നൽകുന്ന, സെൽഫ് എസ്റ്റിമേറ്റിംഗ്, സ്വയം ഗണിക്കുന്ന, സെൽഫ് എനർജൈസിംഗ്, സ്വയം ഊർജത്തെ പ്രദാനം ചെയ്യുന്ന, അവയർനെസ്, പ്രജ്ഞാനം, കോൺഷ്യസ്നെസ്, സ്വബോധം. പ്രജ്ഞാനം, സ്വബോധം. ഇത് എക്സിസ്റ്റിംഗ് ഇൻ ഓൾ ലിവിംഗ് ആൻഡ് നോൺ ലിവിംഗ് ബീയിങ്, എല്ലാ ജീവജാലങ്ങളിലും ഉണ്ട്. ഈ ഡെഫിനിഷൻ നൽകിയത് ഗോപാലകൃഷ്ണനല്ല, നാസായിലെ അറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ പ്രൊഫസർ അമിത് ഗോസ്വാമി. ഇന്നത്തെ ഇമെയിലില് ജലം, വെള്ളം ജീവനുണ്ട് എന്ന് തെളിയിച്ചുകൊണ്ട്
ജപ്പാനിൽ നിന്നൊരു റിസർച്ച് പേപ്പറുണ്ട്. വെള്ളത്തെ കൈപിടിച്ച് അതിനോട് റീഅലൈൻ ചെയ്യാൻ പറയുന്ന ഒരു ഫോട്ടോ ഉണ്ട്. ആ വെള്ളം പല പല രീതിയിൽ മോളിക്യൂളുകൾ മാറുന്നത് അസാധാരണമാണ്. ഇത് ബ്യൂട്ടിഫുൾ ആണ്. ക്ലസ്റ്ററിംഗ് ഓഫ് വാട്ടർ അക്കോർഡിംഗ് ടു ദ കോൺഷ്യസ്നെസ് ഓഫ് ഹ്യൂമൻ ബീയിങ്. അതാണ് ടൈറ്റില്. അദ്ദേഹത്തിന് ഇപ്രാവശ്യം നോബൽ സമ്മാനം കിട്ടാൻ സാധ്യതയുണ്ട്. മനുഷ്യന്റെ ബോധതലത്തിൽ നിന്നുകൊണ്ട് വെള്ളത്തിന് കൊടുക്കുന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ വാട്ടർ മോളിക്യൂൾ ക്ലസ്റ്ററിംഗ് ഈസ് ടേക്കിംഗ് പ്ലേസ്. അതാണ് ടൈറ്റില്. യശോണ്ട് അത്ഭുതകരമാം വിധം ഉജ്ജ്വലമായിട്ട് ആ പ്രജ്ഞാനം ബ്രഹ്മ, ആ പ്രജ്ഞാനം ഗോപാലകൃഷ്ണനിലുണ്ട്, ആ പ്രജ്ഞാനം അധ്യക്ഷനിലുണ്ട്, ആ പ്രജ്ഞാനം നിങ്ങളിലുണ്ട്. അതുകൊണ്ട് ഞാൻ എന്ത് പറഞ്ഞു? അഹം ബ്രഹ്മാസ്മി.